മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രാദേശിക ക്ഷേത്രമായ തുമ്പുള്ളിലമ്മയുടെ തിരുത്സവമാണ്. അവിടുത്തെ വിസ്മയ കാഴ്ചകളാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ് അവിടെ അരങ്ങേറുന്നത്. അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കൂടാതെ നമ്മളുടെ മങ്കമാരുടെ, അതായത് പെൺകുട്ടികളുടെ വിസ്മയിപ്പിക്കുന്ന നൃത്ത അവതരണം കൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പഴയ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണല്ലോ. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് പിന്നെ എന്നെ അതിശയിപ്പിച്ച കാഴ്ചകളെന്ന് പറയുന്നത് ശിവനും പാർവതിയും, അതുപോലെ തന്നെ ആരാണ് ഹനുമാൻ, അതിൻ്റെ പേര് മറന്നു, അതുമൊക്കെ പിടിച്ചുകൊണ്ട് കണ്ടില്ലേ, ഹനുമാൻ ലങ്ക ചുമക്കാൻ പോകുന്ന പോലൊക്കെ നടക്കുക. അപ്പം അതുപോലെ തന്നെ ശിവനെ കണ്ടില്ലേ, ശിവനും പാർവതിയും കൂടുള്ള നൃത്ത വിസ്മയം. ഈ വിസ്മയ കാഴ്ച എന്നെ വളരെയേറെ സ്വാധീനിച്ചു. എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു കളിയാണിത്. നമ്മൾ പഴയ കാലങ്ങളിൽ ഫ്ലോട്ടൊക്കെ ആയിരുന്നു. അന്നും ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ഒരു വിപുലമായിട്ടുള്ള ഒരു അരങ്ങില്ലായിരുന്നു. അതിൻ്റെ കൂടെ കോലം തുള്ളലാണ്. അത് കോലവും വഹിച്ചുകൊണ്ട് 3 പുരുഷന്മാർ ഇങ്ങനെ അത് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പാട്ടിനൊത്ത്. പാട്ടൊക്കെ ഉണ്ട്, നമ്മൾ പാട്ടിടാതാണ് ഇപ്പം നമ്മൾ വോയിസ് കൊടുക്കുന്നത്. ശിവനും പാർവതിയും തകർത്താടുകയാണ്. ഉണ്ടല്ലേ, കോലം തുള്ളലും കണ്ടില്ലേ, അതിൻ്റെ ഇടയ്ക്ക് കോലം തുള്ളലും നടക്കുന്നുണ്ട്. പിന്നെ ഗദ അല്ലേ, ഹനുമാൻ ഗദയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുക. എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഉള്ളി കിടന്ന് ഓടുക. അപ്പം നമുക്ക് അടുത്ത ഉണ്ട് ഒരു വലിയ മനുഷ്യരൂപം, അതിനകത്ത് മെഷീനൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ ഉണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. അതിനെന്തോ പറയുന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ, അറിയാവുന്നവരത് പറയണേ. അപ്പം അത് വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ശിവനും പാർവതിയും തോഴിയും അതുപോലെ തന്നെ ഹനുമാൻ ഗദയും പിടിച്ചുകൊണ്ടും ഒക്കെ നിന്ന് അരങ്ങ് തകർക്കുകയാണ്. പൊളിച്ചു കളിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കാൻ തന്നെ ഇല്ല, നമ്മളിലെ തിരമാലകൾ കണ്ടു നിൽക്കുന്ന പോലെ ഒരു അനുഭൂതിയാണ് ഈ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. വലിയൊരു അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് നമുക്കൊക്കെ കിട്ടുന്നത്. അപ്പം ഇത് നമ്മൾ കുറേ ഉണ്ടായിരുന്നില്ല, പ്രശസ്തമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമോ എന്ന് എനിക്കറിയില്ല. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. പിന്നെ കണ്ടില്ല വലിയ രൂപം, മനുഷ്യരൂപം, വലിയ രൂപം ഇങ്ങനെ ഒന്ന് കളിക്കുന്ന കണ്ടില്ലേ, അതും കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, ഇത് സംഭവം തേരാണെന്നാണ് പറയുന്നത്. ഇതുപോലുള്ള തേരാണ് നമ്മൾ കാറ്റ് ഉപയോഗിക്കുന്ന ഉത്സവത്തിന് ഉപയോഗിക്കുന്ന തേരല്ല, ഇതുപോലുള്ള കെട്ട് മനുഷ്യർ, ഇതിനുള്ളിൽ നിൽക്കുന്ന മനുഷ്യരാണ്. അവരാണ് ഇതിനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ കളിപ്പിക്കുന്നത്. പിന്നെ അതിലുപരി പെൺകുട്ടികൾ തകർത്ത് ആടുന്ന നൃത്ത വൈഭവമുണ്ട് അവരുടെ. ഈ കൊട്ടുന്ന ചെണ്ടമേളത്തിനനുസരിച്ച് നൃത്തം വെക്കുന്ന പെൺകുട്ടികൾ, ബാലികമാരും മങ്കമാർ. പണ്ടൊക്കെ
പുരുഷന്മാരായിരുന്നു ഇങ്ങനെയുള്ള ഉത്സവപ്പറമ്പുകളിലൊക്കെ താളത്തിനൊത്ത് ആടുന്നത്. പക്ഷെ ഇപ്പം നമ്മളുടെ പെൺകുട്ടികളാണ്. ആ ഒരു കാഴ്ച ഒന്ന് കാണാനുള്ളതാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അവർ ആഘോഷിച്ച് ആടുകയാണ്. കണ്ടില്ലേ, നമുക്ക് ഇപ്പോൾ ഏതാനും നിമിഷത്തിനുള്ളിൽ നമുക്ക് കാണാം അവർ തകർത്ത് ആടുന്ന കാഴ്ചകൾ. നമ്മളുടെ മക്കൾ എനർജറ്റിക്കായിട്ട് കളിക്കുന്ന ആ കളി കണ്ടു നോക്കാം.